ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഒരുപാട് നാളായി ഒരു വ്ളോഗ് എടുക്കണമെന്ന് കരുതിയിരിക്കുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, രാവിലെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് തൊട്ടൊരു വീഡിയോ എടുത്ത് തരണമെന്ന്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തിനും നിൽക്കുള്ളൂ, ബെഡിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുള്ളൂ. അപ്പം ഞാനൊന്ന് പല്ല് തേച്ച് മേല് കഴുകി ഫ്രഷായി വരാം. എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും അല്ല, ഓരോ അവസ്ഥ പോലെ ഇരിക്കും. കാരണം ഇപ്പം പ്രഗ്നൻ്റ് ആയത് കാരണം രാത്രി ചില ദിവസങ്ങളിൽ ഉറക്കമുണ്ടാവില്ല. അപ്പോഴൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ വൈകും. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഹസ്ബൻഡിന് ലീവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് ടെറസിൽ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണം എടുക്കണ്ട എന്നൊന്നും അറിയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സാരില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുകയല്ലേ. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും കടലക്കറിയും പിന്നെ ചായ മസ്റ്റ്. ലാസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പം ബേബി കുറച്ച് വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെയും രാത്രിയും ഇപ്പം അരിഭക്ഷണം ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് മുറ്റത്തോടൊക്കെ നടന്ന് വന്ന ശേഷം ഞാനൊരു ബുക്ക് വായിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഉച്ചക്കത്തെ ഫുഡാണെങ്കിലും അതിനിടയിൽ ഞാൻ കുറേ ചെറിയ ഓരോ പണികളൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബേസിൽ ജോസഫിൻ്റെ കുറച്ച് പഴയൊരു ഫിലിം പാൽത്തു ജാൻവർ അത് കാണുകയാണ് ഞാൻ ഹസ്ബൻഡും. ഈവനിങ് ആയപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ ഫാമിലി എന്നെ കാണാൻ വന്നിരുന്നു. അവർ കൊണ്ടുവന്ന സ്നാക്സ് ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ചൂടുള്ള എണ്ണക്കടികൾ വൈകുന്നേരം കഴിക്കാൻ. പക്ഷേ എന്ന് വെച്ചാൽ അധികം കഴിക്കില്ല, എല്ലാം ചെറിയ കഷ്ണം മാത്രം. കാരണം ഇപ്പം ബേബിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് എന്നും കഴിക്കാനൊരു പേടിയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയാം, കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാണ്. പക്ഷേ ഹസ്ബൻഡും ചെറുതായിട്ടൊരു ഡയറ്റിലൊക്കെയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ടെറസിൽ കയറി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കുറച്ച് സ്ക്വാട്ടിങ്ങും കുറച്ച് ബട്ടർഫ്ലൈ പോസും പിന്നെ കുറേ നടത്തും. ഇതാണ് എൻ്റെ എക്സസൈസ്. ഇപ്പം 2-3 ദിവസമായിട്ട് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, ഡോക്ടറോട് പെർമിഷൻ വാങ്ങിയിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് എന്നെ സ്ക്വാട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഒന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ സ്ക്വാട്ടിങ്ങും നടത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെയിൽ കൊള്ളുകയാണ്. ഈ വെയിൽ കൊള്ളുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ കപ്പാസിറ്റി എക്സസൈസൊക്കെ കഴിഞ്ഞൊന്ന് കുളിച്ച് വന്നതോടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം. ബൈ.